ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകൾ അടങ്ങിയ വീഡിയോ ആയിട്ടാണ്. ചിരട്ട വെച്ച് കറണ്ട് ബില്ല് കൺട്രോൾ ചെയ്യാനുള്ള ടിപ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഫസ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം. നമ്മൾ മുട്ടയൊക്കെ ഉപയോഗിക്കുമ്പോൾ മുട്ട നല്ലതാണോ ചീത്തയാണെന്നറിയാൻ വേണ്ടിയുള്ള ടിപ്പാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മുട്ടയിട്ട് കൊടുക്കാം. മുട്ട ഫുള്ളായിട്ട് താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ മുട്ട നല്ലതാണ്. മുട്ട മുകളിലോട്ട് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ കിടന്നിട്ടുണ്ടെങ്കിൽ മുട്ട കൊള്ളത്തില്ല. ചീത്ത മുട്ട നമ്മൾ ഉപയോഗിച്ചാൽ വയറിന് കംപ്ലൈൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഡൗട്ട് തോന്നിയാൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കാൻ ആരും മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ സാധാരണ തേങ്ങ ചിരണ്ടിയെടുക്കാൻ ചിരവിയാണ് നമ്മൾ ആശ്രയിക്കാറുള്ളത്. എന്നാൽ കൈവേദന ഉള്ളവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, കുറച്ചധികം തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ചിരണ്ടിക്കൊണ്ടിരിക്കാൻ. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ എത്ര തേങ്ങയും നമുക്ക് നിസ്സാരമായിട്ട് ചിരണ്ടിയെടുക്കാം. അതാണ് നമ്മൾ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് നേരം ഫ്രീസറിൽ തേങ്ങ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 10 മിനിറ്റ് നേരം നമ്മൾ 15 മിനിറ്റോളം നമ്മൾ ഫ്രീസറിൽ ഈ തേങ്ങ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് വിടിവിച്ച് കിട്ടുകയുള്ളൂ. അത്ര നേരം മാത്രം നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഈ കത്തി ഇതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ പുറമെയുള്ള ഈ സ്കിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മൾ അപ്പത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ, വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഇതും കൂടെ കിടന്നിട്ടുണ്ടെങ്കിൽ സുഖം ഉണ്ടാകത്തില്ല. കളറൊന്നും കെട്ടത്തില്ലല്ലോ. വൈറ്റ് കളറുള്ള കളർ കെട്ടണമെങ്കിൽ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. നമ്മളിത് കട്ട് ചെയ്ത് മിക്സി ജാറിലോട്ടിടാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. ശരിക്കും നമ്മൾ തേങ്ങ ചിരണ്ടി എടുത്തോളം തന്നെ കിട്ടിയേക്കണം. ഇത് ശരിക്കും കൈക്കൊക്കെ ഭയങ്കര വേദന ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. പിന്നെ ഇത് കുറേ ദിവസമൊക്കെ ഇരുന്നോളും. ഇരിക്കാൻ വേണ്ടി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരാഴ്ച ഇതിരുന്നാലും കേടാവത്തില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. നമുക്കിത് എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരാഴ്ച വേണമെങ്കിൽ ഒരു കുഴപ്പം കൂടാതെ ഇരുന്നോളും. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് നോക്കാം. നമുക്കിനി അടുത്തത് ഈ കുപ്പി വെച്ചുള്ളൊരു ടിപ്പ് നോക്കാം. നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ പച്ചമുളകും അതുപോലെ ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ നമ്മൾ പ്രത്യേകമായിട്ടൊരു ബോട്ടിലൊന്നും ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് വെച്ച് നമുക്ക് അത് ഇട്ട് വയ്ക്കാൻ പറ്റും. അതാണ് നമ്മൾ കാണിക്കുന്നത്. അതിനു വേണ്ടി നമുക്ക് ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കത്തി ഒന്ന് ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ കുപ്പിയിലോട്ട് നമ്മളിട്ട് കൊടുത്താൽ ഇത് നമ്മൾ പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഡോറിൻ്റെ സൈഡിൽ ഒതുങ്ങിയിരുന്നോളും. നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മളിങ്ങനെ ചായയും അല്ലെങ്കിൽ പാലൊഴിച്ച് ആയാലും കുഴപ്പമില്ല, കട്ടൻ ചായ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പാലായാലും കുഴപ്പമില്ല. നല്ല ചൂടാണ്, നമുക്ക് കുടിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ ആറ്റണ്ടേ. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇതേപോലെ ഒരു സ്പൂൺ അങ്ങോട്ട് കൊടുത്താൽ മതി. നമ്മൾ കുടിക്കാറാകുമ്പോഴും കറക്റ്റ് പാകമായിട്ടിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മൾ കുടിക്കാനുള്ള പാകത്തിന് കിട്ടും. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് അവർക്ക് പാലോ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ അങ്ങ് ഇട്ട് വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ അവർക്ക് കുടിച്ചോളും. പിന്നെ കട്ടൻ ചായ ആണെങ്കിൽ പിന്നെ കുറേ പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ അടിച്ചു കഴിയുമ്പോഴും ഒരു കമർപ്പ് ഉണ്ടാവാറുണ്ട്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ചെയ്ത് നോക്കുക, അന്നേരം അങ്ങനെ ഉണ്ടാവില്ല. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ സാധാരണ നെയിൽ കട്ടറൊക്കെ നമ്മൾ ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മൂർച്ചയൊക്കെ കുറഞ്ഞു പോകുന്ന കാണാറുണ്ട്. അത് നഖം കട്ട് ചെയ്യണ പോലെ തന്നെ നമ്മൾ ഇതുപോലെ മുട്ടയുടെ തോടി കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ നന്നായിട്ട് തന്നെ മൂർച്ച കൂടും. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചതഞ്ഞു പോകുകയുള്ളൂ, കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ കത്രികയ്ക്കും നമുക്ക് ഈ ടിപ്പ് തന്നെ ഉപയോഗിക്കാം. ഇതും നമ്മൾ തുണിയൊക്കെ കട്ട് ചെയ്യണ മാതിരി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അന്നേരം ഇതിലും നല്ലൊരു മൂർച്ച കിട്ടും. ഇനി നെക്സ്റ്റ് ടിപ്പ് നോക്കാം. കറണ്ട് ബില്ല് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. അതിനായിട്ട് ഞാൻ ഫ്രീസറിലോട്ട് 2 ചിരട്ട കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഐസായി കിട്ടിയിട്ടുണ്ട്. ആ ചിരട്ട നമുക്ക്
ഫ്രീസറിൽ നിന്ന് എടുത്ത് താഴത്തെ ഭാഗത്തോട്ട് വെച്ച് കൊടുക്കാം. ഈ ഐസ് കട്ടയായാലും നമുക്ക് കുറച്ച് പാത്രത്തിലിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ചിരട്ടയിലാക്കിയോ വെച്ച് കൊടുത്താൽ മതി. ചിരട്ടയിലാണെങ്കിൽ കുറച്ചധികം സമയം ഐസ് ആയിട്ട് നിന്നോളും. നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മളെപ്പോഴും ഫ്രിഡ്ജ് തുറക്കുകയോ അടയ്ക്കുകയൊക്കെ ചെയ്യില്ലേ ഓരോ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. പിന്നെ കുട്ടികളുള്ള വീട്ടിൽ അവരെപ്പോഴും ഇങ്ങനെ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യും. അപ്പോൾ പുറത്തുനിന്നുള്ള എയർ എപ്പോഴും കയറി വരുമ്പോൾ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ പിന്നെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ട് ബില്ല് കൂടുമെന്ന്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിരട്ടയിലോ അല്ലെങ്കിൽ വേറെ പാത്രത്തിലാക്കി ഐസ് കട്ടയൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൻ്റെ കംപ്രസറിന് അധികം വർക്കൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം ഓഫ് ചെയ്തിട്ടാൽ പോലും ടെമ്പറേച്ചർ ലെവൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ. പിന്നെ നമ്മൾ ചിരട്ടയിൽ വെച്ചിരിക്കുന്ന ഐസ് മെൽറ്റ് ആകുമ്പോൾ വീണ്ടും നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഏറ്റവും അധികം കറണ്ടൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ ഫ്രിഡ്ജ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ കറണ്ട് ബില്ല് ഒരു പരിധി വരെ നമ്മളെ കൊണ്ടാവുന്നത് നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.